നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മമ്പറത്ത് UDF വനിതാ സ്ഥാനാർത്ഥിക്കും പോളിംഗ് ഏജന്റിനും മുഖംമൂടി സംഘത്തിന്റെ ക്രൂരമർദ്ദനം. സംഭവത്തിന് പിന്നിൽ CPM എന്ന് കോൺഗ്രസ്. പാനൂർ മേഖലയിൽ ക്ഷേത്ര കവർച്ച തുടർക്കഥ. ഒരാഴ്ചക്കിടെ 3 ക്ഷേത്രങ്ങളിൽ കവർച്ച. സാധാരണക്കാരന്റെ വിവാഹ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തി സ്വർണ്ണവില കുതിക്കുന്നു. വെള്ളിയാഴ്ച മാത്രം 3 തവണ വില വർദ്ധിച്ച് പവന് 98,400 രൂപയായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. ജനവിധി അറിയാനുള്ള ആകാംക്ഷയിൽ കേരളം. വിശദമായ വാർത്തകളിലേക്ക്. മമ്പറത്ത് UDF വനിതാ സ്ഥാനാർത്ഥിക്കും പോളിംഗ് ഏജന്റിനും മുഖംമൂടി സംഘത്തിന്റെ ക്രൂരമായ അക്രമം. മമ്പറം ടൗണിൽ ജനസേവാ കേന്ദ്രത്തിലാണ് അക്രമം നടന്നത്. അക്രമികൾ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും തല്ലി തകർത്തു. നരേന്ദ്രബാബുവിന്റെ ഉടമസ്ഥതയിലുള്ള ജനസേവന കേന്ദ്രം അക്രമികൾ തകർത്തു. കമ്പ്യൂട്ടറുകൾ ഉൾപ്പെടെയാണ് തകർത്തത്. മുഖംമൂടി ധരിച്ചെത്തിയവരാണ് അക്രമത്തിന് പിന്നിൽ. പരിക്കേറ്റ ഇരുവരെയും തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാനൂർ മേഖലയിൽ ക്ഷേത്ര കവർച്ച തുടർക്കഥ. ഒരാഴ്ചക്കിടെ 3 ക്ഷേത്രങ്ങളിൽ കവർച്ച നടന്നു. എലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രത്തിലാണ് ഏറ്റവും ഒടുവിലായി കവർച്ച നടന്നത്. ഭണ്ഡാരങ്ങൾ തകർത്ത് 28,000 രൂപ മോഷ്ടിച്ചതായി ക്ഷേത്രം ഭാരവാഹികൾ പാനൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വെള്ളിയാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത്. ക്ഷേത്രം ഭാരവാഹി T നിതീഷ് രാവിലെ വിളക്ക് കൊളുത്താൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2 ഭണ്ഡാരങ്ങളിലും വഴിപാട് കൗണ്ടറുകളിലും സൂക്ഷിച്ച പണമാണ് കവർന്നത്. ഇതിൽ ഒരു ഭണ്ഡാരം കുത്തിത്തുറന്ന് സമീപത്തെ പറമ്പിൽ ഉപേക്ഷിച്ച നിലയിലാണ്. രാവിലെ 5 മണിക്ക് രാവിലെ എത്തുന്ന സമയത്താണ് ഇതിങ്ങനെ തുറന്ന് കിടക്കുന്നത്. എല്ലാം പൊളിച്ചിട്ടിട്ടുണ്ട്. മേശേൻ്റെ വിൽപ്പെല്ലാം മേലെ വെച്ചിട്ടുണ്ട്. 2 ഭണ്ണാരം, പിന്നെ ആ മേശ എല്ലാം കുത്തി തുറന്നിട്ടുണ്ട്. പിന്നെ ഭണ്ണാരം നമുക്ക് ഇതിൻ്റെ പുറകിൽ നിന്ന് ആ വശത്ത് അങ്ങ് മൂലക്ക് നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ കമ്പിപ്പാര, പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അവിടെ ഇവിടെ ലൈറ്റുണ്ട്. കൊണ്ടുവന്ന സാധനമെല്ലാം അവിടെ തന്നെ ഉണ്ട്. മോഷ്ടാവിൻ്റേതെന്ന് കരുതുന്ന യുവാവിന്റെ ദൃശ്യം CCTVയിലുണ്ട്. ചെറുപറമ്പ് പുറ്റുവൻകാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഭണ്ഡാരം 2 ദിവസം മുമ്പ് കുത്തിത്തുറന്ന് പണം കവർന്നിരുന്നു. ക്ഷേത്രം അധികൃതർ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ കൊളവല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 4 ദിവസം മുമ്പ് പൂക്കോം കല്ലുള്ളപുനത്തിൽ ക്ഷേത്രഭണ്ഡാരം തകർത്ത് പണം അപഹരിച്ച സംഭവം ഉണ്ടായി. തുടർച്ചയായി ഉണ്ടാകുന്ന ക്ഷേത്രമോഷണങ്ങളിൽ ആശങ്കയുണ്ടെന്നും പോലീസ് കാര്യക്ഷമമായ അന്വേഷണം നടത്തണമെന്നും എലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രം സെക്രട്ടറി വിജിത് കുമാർ പറഞ്ഞു. എലാങ്കോട് ശ്രീ മഹാവിഷ്ണു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഇന്ന് രാവിലെ നിത്യപൂജയ്ക്ക് വേണ്ടി വന്ന സമയത്താണ് ഇത്തരത്തിലുള്ളൊരു മോഷണം നടന്നതായിട്ട് കാണുന്നത്. ക്ഷേത്രത്തിൻ്റെ ഓഫീസിൻ്റെ പൂട്ട് പൊളിച്ചിട്ട് വലിപ്പ് എൻ്റെ പൂട്ട് പൊളിച്ച് അതിൽ നിന്നുള്ള സ്റ്റോക്കിൽ ഏതാണ്ട് ഒരു 5,000-10,000 രൂപേനടുത്ത് അതിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ആ ക്യാഷും
എടുത്തുപോയിട്ടുണ്ട്. പിന്നെ കൂടാതെ ക്ഷേത്രത്തിൻ്റെ മുൻവശത്തുള്ള ഭണ്ണാരവും കുത്തിപ്പൊളിച്ച് അതിലുള്ള പൈസയും എടുത്തു പോയിട്ടുണ്ട്. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിലുള്ള ഭണ്ണാരവും പൊളിച്ചിട്ട് അതിലുള്ള ആ ഭണ്ണാരടക്കം എടുത്തിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കുത്തി തുറന്നിട്ട് അതിലുള്ള പൈസയൊക്കെ മുഴുവനായിട്ട് എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്. കുറച്ച് ചില്ലറ പൈസ മാത്രം അതിൽ ബാക്കി വെച്ചുകൊണ്ട് ബാക്കിയുള്ള എല്ലാ പൈസകളും എടുത്തു പോയിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് പാനൂർ പരിസര പ്രദേശങ്ങളിലുള്ള കുറേ ക്ഷേത്രങ്ങളിൽ ഇതേ രീതിയിലുള്ള മോഷണം നടന്നിട്ടുണ്ട്. അപ്പോൾ ശക്തമായ രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് യഥാർത്ഥമായ ഈ കള്ളന്മാരെ പിടിച്ച് തരണമെന്ന് പാനൂർ പോലീസിനോട് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. സംസ്ഥാനത്ത് സ്വർണ്ണവില കുതിച്ചുയരുന്നു. വെള്ളിയാഴ്ച മാത്രം 3 തവണയാണ് പവന് വില വർദ്ധിച്ചത്. ഒറ്റ ദിവസത്തെ വർധനവോടെ 1 പവൻ സ്വർണത്തിന്റെ വില 98,400 രൂപയെന്ന റെക്കോർഡ് നിലവാരത്തിലേക്ക് എത്തി. ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന വിലയാണ് ഇന്ന് സ്വർണത്തിന് രേഖപ്പെടുത്തിയത്. ആഗോള വിപണിയിലെ മാറ്റങ്ങളും പ്രാദേശിക ഡിമാൻഡുമാണ് വില വർധനവിന് പ്രധാന കാരണം. നഗരസഭയുടെ പാർക്കിംഗ് സൗകര്യം പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ലഭ്യമായിട്ടും വാഹനങ്ങൾ അലക്ഷ്യമായി പാർക്ക് ചെയ്യുന്നത് മറ്റു യാത്രക്കാർക്ക് കടുത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നത് പതിവാകുന്നു. പാർക്ക് ചെയ്ത വാഹനം എടുക്കാൻ സാധിക്കാത്ത രീതിയിലാണ് പലരും ഉത്തരവാദിത്തമില്ലാതെ വാഹനങ്ങൾ നിർത്തിയിടുന്നത്. തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വാഹനമുടമ അലക്ഷ്യമായി വാഹനം പാർക്ക് ചെയ്തതിനെ തുടർന്ന് വാഹനത്തിന് പിറകിലുണ്ടായിരുന്ന കാറിൽ വയോധിക 1.5 മണിക്കൂറിലധികം കുടുങ്ങിപ്പോയി. വാഹന ഉടമയെ ബന്ധപ്പെടാൻ സാധിക്കാതെ വന്നതോടെ പിറകിലെ 2 കാറുകളാണ് എടുക്കാൻ പറ്റാതായത്. പിന്നീട് നഗരസഭ ഹെൽത്ത് ഇൻസ്പെക്ടർ അടക്കമുള്ളവർ സ്ഥലത്തെത്തി ഇടപെട്ടതിനെ തുടർന്നാണ് പ്രശ്നം പരിഹരിച്ചത്. വാഹനമെടുത്തു മാറ്റിയതിനു ശേഷം അലക്ഷ്യമായി പാർക്ക് ചെയ്ത പ്രായമുള്ള സ്ത്രീയോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. നഗരസഭയുടെ സൗകര്യങ്ങൾ ഉപയോഗിക്കാതെ നടത്തുന്ന ഇത്തരം അശ്രദ്ധമായ പാർക്കിംഗ് പ്രവണതകൾക്കെതിരെ ശക്തമായ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നാളെ നടക്കും. കോർപ്പറേഷനുകൾ, മുനിസിപ്പാലിറ്റികൾ, ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകൾ എന്നിവയിലെ ജനവിധി അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധി അറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ പ്രതീക്ഷയോടെ മുന്നണികൾ. 9.5 വർഷത്തെ സംസ്ഥാന സർക്കാരിന്റെ ഭരണമികവ് വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് LDF ക്യാമ്പ്. ജനകീയ പ്രഖ്യാപനങ്ങളും വികസന നേട്ടങ്ങളും ചർച്ചയായ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച കുതിപ്പ് നടത്തുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഇവർ. അതേസമയം സംസ്ഥാന സർക്കാരിനെതിരായ ഭരണവിരുദ്ധ വിധിയെഴുത്താകും ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന മറുവാദമാണ് UDFന്റേത്. സർക്കാരിന്റെ പൊള്ളയായ അവകാശവാദങ്ങൾ ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പ്രാദേശിക തലത്തിൽ UDFന് അനുകൂലമായ സാഹചര്യമാണ് ജില്ലയിലുള്ളതെന്നും UDF നേതാക്കൾ അവകാശപ്പെടുന്നു. റെക്കോർഡ് വിജയമായിരിക്കും ഇത്തവണ ജില്ലയിൽ UDFന് ലഭിക്കുകയെന്നും നേതാക്കൾ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നു. നില മെച്ചപ്പെടുത്തുന്നതോടൊപ്പം പലയിടങ്ങളിലും ഭരണസമിതി രൂപീകരിക്കുന്നതിൽ തങ്ങൾ നിർണായകമാകുമെന്നാണ് NDAയുടെ അവകാശവാദം. ഏതാനും ചില മുനിസിപ്പാലിറ്റികളിൽ അട്ടിമറി ജയവും NDA ക്യാമ്പ് പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെ 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. ആദ്യം വരണാധികാരിയുടെ ടേബിളിൽ തപാൽ ബാലറ്റ് എണ്ണി തുടങ്ങും. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. വോട്ടെണ്ണലിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിലെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമാണ് സ്ട്രോങ് റൂമുകളിൽ നിന്ന് ടേബിളുകളിൽ എത്തിക്കുക. സ്ട്രോങ് റൂം തുറക്കുന്നത് വരണാധികാരി, ഉപവരണാധികാരി, നിരീക്ഷകർ, സ്ഥാനാർത്ഥികൾ, ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും. തുടർന്ന് ഓരോ വാർഡിലെയും മെഷീനുകൾ കോമ്പൗണ്ട് ഹാളിലേക്ക് വോട്ടെണ്ണാനായി കൊണ്ടുപോകും. വാർഡുകളുടെ ക്രമനമ്പർ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൗണ്ടിംഗ് ടേബിളിലും വയ്ക്കുക. ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെയായിരിക്കും എണ്ണുക. സ്ഥാനാർത്ഥിയുടെയോ സ്ഥാനാർത്ഥി നിയോഗിക്കുന്ന കൗണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഓരോ ടേബിളിലും വോട്ടെണ്ണുക. കൂടുതൽ വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. മയ്യഴിയുടെ മഹിത പാരമ്പര്യത്തിനൊപ്പം പാനൂരിനെ പൊന്നൂരാക്കി വിളക്കിച്ചേർത്ത് ആഭരണ സങ്കല്പങ്ങൾക്ക് പൊന്നാട ചാർത്തിയ അപർണ ഗോൾഡൻ ഡയമണ്ട്സ് വ്യാപാര വിശ്വസ്തതയുടെ മാറ്റുകുറയാതെ അന്നും ഇന്നും എന്നും നിങ്ങളോടൊപ്പം. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, സ്റ്റാച്യു ജംഗ്ഷൻ, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ RC ചർച്ച്, മാഹി. അപർണ ഗോൾഡൻ ഡയമണ്ട്സ്, പൂക്കോം റോഡ്, പാനൂർ. സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ. പുതുതലമുറയിൽ ആരോഗ്യമാണ് സമ്പത്ത് എന്ന ബോധം വളർത്തിയെടുക്കാം ആയോധന കലയായ കരാത്തയിലൂടെ.
സ്പോർട്സ് കരാത്തെ ഡോ അക്കാദമി ഓഫ് ഇന്ത്യ മഹത്തായ 38ാം വർഷത്തിലേക്ക്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട്, തിരുവനന്തപുരം, പത്തനംതിട്ട, എറണാകുളം, കോട്ടയം, ഇടുക്കി, തൃശൂർ, മാഹി. വിദേശ രാജ്യങ്ങളായ ഖത്തർ ആൻഡ് UAE. ഇന്റർനാഷണൽ ഒളിമ്പിക് അംഗീകാരമുള്ള വേൾഡ് കരാത്തെ ഫെഡറേഷൻ അംഗീകൃത കോച്ചും ജപ്പാന്റെ 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയ സെൻസൈ വിനോദ് കുമാറിന്റെ ശിക്ഷണത്തിൽ ക്ലാസുകൾ നടന്നുവരുന്നു. ഇപ്പോൾ നവീകരിച്ച ഷോറൂമും നവീന ശ്രേണികളുമായി ലുലു സാരീസ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ലുലു സാരീസ് ബ്രൈഡൽ ഗാലറി. ഓരോ നവവധുവിനും അണിഞ്ഞൊരുങ്ങാൻ പട്ടുസാരികളുടെയും വിവാഹ വസ്ത്രങ്ങളുടെയും അമൂല്യ ശ്രേണി. ഇന്ത്യയിലെ പരമ്പരാഗത നെയ്ത്തു കേന്ദ്രങ്ങളിൽ നിന്നും നേരിട്ട്. ലുലു ജെന്റ്സ് വെഡിംഗ് ഗാലറി. പ്രത്യേകമായി ഒരുക്കിയ ഫ്ലോറിൽ പുരുഷന്മാരുടെ വിവാഹ വസ്ത്രങ്ങളുടെയും പാർട്ടി വെയറുകളുടെയും നൂതന ശ്രേണി. ബ്രാൻഡഡ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശേഖരം. കുഞ്ഞുടുപ്പുകൾ മുതൽ കല്യാണ വസ്ത്രങ്ങൾ വരെ കുടുംബത്തിന് ആവശ്യമായ മുഴുവൻ വസ്ത്രങ്ങളും മറ്റാർക്കും നൽകാൻ കഴിയാത്ത വിലകളിൽ, മറ്റെങ്ങും ലഭ്യമല്ലാത്ത ശ്രേണികളിൽ. ലുലു സാരീസ്, AVK നായർ റോഡ്, തലശ്ശേരി. ആഗ്രഹങ്ങൾക്കൊപ്പം അതിരുകളില്ലാതെ. Invest in pieces that make you feel like the masterpiece you are. Planeta Modern Jewelry. Lulu Gold, Talasheri, Kannur, Kozhikode. അനുദിനം വികസിച്ചു വരുന്ന തലശ്ശേരിയുടെ പ്രൗഢിക്കൊപ്പം ആധുനീകരിച്ച നവരത്ന ഇൻ. സ്വീറ്റ് റൂമുകളടക്കം 25 റൂമുകൾ. പേർക്കിരിക്കാവുന്ന AC മൾട്ടി കിച്ചൺ റെസ്റ്റോറന്റ്, ഒപ്പം ഇൻ റൂം ഡൈനിങ് ഫെസിലിറ്റി. സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള വൈഡൂര്യ ഹാൾ, 100 സീറ്റിംഗ് പുഷ്യരാഗ ഹാൾ, 16 പേർക്ക് യോഗം ചേരാവുന്ന കോൺഫറൻസ് ഹാൾ. ഏത് സാഹചര്യങ്ങളിലും ഡോക്ടർ ഓൺ കോൾ സൗകര്യം. ഒരേ സമയം 100ഓളം കാറുകൾ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് ഏരിയ. ഹോസ്പിറ്റാലിറ്റി രംഗത്ത് ചുരുങ്ങിയ കാലം കൊണ്ട് നഗരത്തിന്റെ ഹൃദയം കവർന്ന സ്ഥാപനം നവരത്ന ഇൻ, ഗുഡ്ഷെഡ് റോഡ്, റെയിൽവേ സ്റ്റേഷന് സമീപം, തലശ്ശേരി. ഫോൺ 0490222803 9497360333. മറ്റ് വാർത്തകളിലേക്ക്. പുതുച്ചേരി NDA സർക്കാർ പുതുതായി അനുവദിച്ച 4 റേഷൻ കടകളിൽ 3 എണ്ണം പ്രവർത്തനം ആരംഭിച്ചു. റേഷൻ കടകളുടെ ഉദ്ഘാടനം ഗവർണർ കൈലാസനാഥൻ ഓൺലൈനായി നിർവഹിച്ചു. റേഷൻ കടകളുടെ ഉദ്ഘാടനം ഗവർണർ കൈലാസനാഥൻ ഓൺലൈനായി നിർവഹിച്ചിരുന്നു. വിതരണ ഉദ്ഘാടനം ചാലക്കരയിൽ മാഹി സർക്കിൾ ഇൻസ്പെക്ടർ അനിൽകുമാർ നിർവഹിച്ചു. സംവിധാനം തകരാറിലായിരിക്കുകയായിരുന്നു. എങ്കിൽ പോലും കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ കൃത്യമായിട്ട് വീടുകളിൽ എത്തിച്ചുകൊണ്ട് റേഷനിങ് സംവിധാനത്തിൽ ഒരു തകരാറും വരാതെ കേന്ദ്ര സർക്കാർ നോക്കിയിരുന്നു എന്നുള്ള വസ്തുത നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. 2020 കോവിഡിൽ ജനങ്ങൾ വലയുന്ന സമയത്ത് പോലും കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്കീമായ അന്ന യോജനയിൽ 20 കിലോ അരി വീതം ചുവന്ന കാർഡ് ഹോൾഡേഴ്സിന് നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തുകൊണ്ട് വീട് വീടാന്തരം സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് പോണ്ടിച്ചേരി അടക്കമുള്ള വലിയ ഏരിയയിൽ വിതരണം ചെയ്തിരുന്നു എന്ന ഒരു സത്യമാണ്. അപ്പോൾ റേഷനിങ് സംവിധാനം തകരാറിലായതിനു ശേഷം
ജനങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് ഒരു നഗ്നമായ യാഥാർത്ഥ്യമാണ്. അതിനുശേഷം കാരണം ഈ റേഷൻ അരിയെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം ജനങ്ങൾ ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ട് എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ വീണ്ടും റേഷനിങ് സംവിധാനം പുനരാരംഭിക്കണമെന്നുള്ള ദീർഘകാലമായ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാന്യനായ ലഫ്റ്റനന്റ് ഗവർണർ ശ്രീ കൈലാഷ്നാഥൻ സാറിൻ്റെ ഇടപെടൽ കൊണ്ട് ഇന്ന് നമ്മൾക്ക് ഈ റേഷൻ സംവിധാനം വീണ്ടും പുതുച്ചേരി സംസ്ഥാനത്ത് പുനരാരംഭിച്ചിരിക്കുകയാണ്. കൊറോൾ പവിത്രൻ പന്തക്കലിലും ജയസൂര്യ ബാബു ചെമ്പ്രയിലും ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി പ്രസിഡന്റ് വിമൽ, വൈസ് പ്രസിഡന്റ് അങ്കവളപ്പിൽ ദിനേശൻ, ഡയറക്ടർ മഗ്നീഷ് മഠത്തിൽ, ഹരിത സംഘം പ്രസിഡന്റ് ശ്രീധരൻ മാസ്റ്റർ, അഡ്വക്കേറ്റ് ഇന്ദ്രപ്രസാദ് എന്നിവർ സംബന്ധിച്ചു. ഈസ്റ്റ് പള്ളൂർ റേഷൻ കട ഡിസംബർ 16 തുറന്നു പ്രവർത്തിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നമ്മളെ റേഷൻ സംവിധാനമൊക്കെ നിലച്ചു വരുന്നു. പുതിയ പുതുച്ചേരി സർക്കാർ വന്നപ്പോൾ ഫ്രീ ആയിട്ട് 10 കിലോ അരിയും സാധാരണക്കാർക്കും PHH ഉള്ള കാർഡുകാർക്ക് 20 കിലോ അരിയും ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ദീപാവലി കിറ്റ് നൽകി, പൊങ്കൽ കിറ്റ് വരുന്നുണ്ട്. അതേപോലെ ഇപ്പം ഗോതമ്പ് 4 കിലോ കൊടുക്കാനുള്ള പദ്ധതിയുണ്ട്. അപ്പോൾ ജനങ്ങളുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ സർക്കാർ വീണ്ടും ഈ റേഷൻ കട പഴയതുപോലെ ഉദ്ഘാടനം തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇരിണാവ് കൊട്ടപ്പാലത്ത് പയ്യട്ടം ബാങ്കിന് മുൻവശം ലോറിയിടിച്ച് സൈക്കിൾ യാത്രക്കാരന് ദാരുണാന്ത്യം. ഇരിണാവ് സ്വദേശി ടി രഞ്ജിത്താണ് മരിച്ചത്. ഇന്ന് രാവിലെയാണ് അപകടം. ഇടിയുടെ ആഘാതത്തിൽ സൈക്കിൾ ലോറിയുടെ അടിയിലേക്ക് കയറുകയായിരുന്നു. നിസാര പരിക്കേറ്റ ലോറി ഡ്രൈവറെ പാപ്പിനിശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രമുഖ സോഷ്യലിസ്റ്റും ജനതാദൾ നേതാവുമായിരുന്ന കരുവള്ളിയിൽ വാസു മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനാചരണം നടന്നു. അനുസ്മരണ കൺവെൻഷൻ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. വിളക്കോട്ടൂരിലെ പ്രമുഖ സോഷ്യലിസ്റ്റും ജനതാദൾ നേതാവുമായിരുന്ന കരുവള്ളിയിൽ വാസു മാസ്റ്ററുടെ 1ാം ചരമവാർഷിക ദിനാചരണം നടന്നു. അനുസ്മരണ കൺവെൻഷൻ രാഷ്ട്രീയ ജനതാദൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK പ്രവീൺ ഉദ്ഘാടനം ചെയ്തു. TP അനന്തൻ മാസ്റ്റർ അധ്യക്ഷനായി. ദേശീയ സമിതി അംഗം രവീന്ദ്രൻ കുന്നോത്ത്, ഹരീഷ് കടവത്തൂർ, CKB തിലകൻ, PP പവിത്രൻ, AP കൃഷ്ണൻ, K അശ്വതി, വിജയൻ, KC മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്മൃതി കുടീരത്തിൽ നടന്ന പുഷ്പാർച്ചനയിൽ RJD പ്രവർത്തകരും കുടുംബാംഗങ്ങളും പങ്കെടുത്തു. K രജീഷ്, V ഭാസ്കരൻ, പവിത്രൻ, ബൈജു എന്നിവർ നേതൃത്വം നൽകി. ഒരിടവേള കൂടി. PK In-Store, Chokli, Mahi, the biggest showroom and experience center in South India for tiles and sanitary ware, has a wealth of collections of top-notch products and brands. Bobby Chamanur International Jeweler. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. മഹാനഗരങ്ങളിലെ ഷോപ്പിംഗ് അനുഭവം കല്ലിക്കണ്ടിയിലും. അനുദിനം മാറുന്ന ഫാഷൻ ട്രെൻഡ് അപ്പോൾ തന്നെ സിൽക്ക് മിത്രയിലും. ബഹുനില മന്ദിരത്തിൽ ഷോപ്പിംഗ് വസ്ത്രവിസ്മയമൊരുക്കി സിൽക്ക് മിത്ര. കുടുംബത്തിലെല്ലാവർക്കുമുള്ള വസ്ത്രങ്ങൾ പലയിടങ്ങളിൽ അന്വേഷിച്ച് ഇനി ദൂരങ്ങളിൽ അലയേണ്ട. വരൂ സിൽക്ക് മിത്രയിലേക്ക്. ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിയൂ. ആലീസിന്റെ അത്ഭുത ലോകം വസ്ത്രസങ്കല്പ പൂർണ്ണതയിലാകുമ്പോൾ അതിവിടെയാണ് സിൽക്ക് മിത്ര, കല്ലിക്കണ്ടി. സാരികൾ, പട്ടുസാരികൾ, ജെന്റ്സ്, കിഡ്സ് വസ്ത്രങ്ങൾ, പുതിയ കാലം ആവശ്യപ്പെടുന്ന വസ്ത്രങ്ങൾ എല്ലാം ഒരിടത്ത് സിൽക്ക് മിത്രയിൽ. വർണ്ണ നൂലിഴകളാൽ കുരുത്ത വിശ്വാസം, വിലക്കുറവിന്റെ വിസ്മയം, കാലം കാത്തുവെച്ച വസ്ത്രവിസ്മയം. സിൽക്ക് മിത്ര, തുവക്കുന്ന് റോഡ്, കല്ലിക്കണ്ടി. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ. അരനൂറ്റാണ്ടിലേറെ കാലത്തെ സേവന പാരമ്പര്യം കാലത്തിനൊത്ത മാറ്റങ്ങളോടെ പുതിയ രൂപത്തിലും ഭാവത്തിലും അണിഞ്ഞൊരുങ്ങിയിരിക്കുന്നു.
ശശീന്ദ്രയുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്ന ആഭരണങ്ങൾക്ക് പുറമെ മുംബൈ, കൊൽക്കത്ത, സിംഗപ്പൂർ മോഡൽ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം, BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളും ഫസ്റ്റ് ക്വാളിറ്റി വെള്ളി ആഭരണങ്ങളുടെയും അതിവിപുലമായ ശേഖരം, ജന്മനക്ഷത്രക്കല്ലുകളും ഒരുക്കിയിരിക്കുന്നു. ഏതു വരുമാനക്കാരനും സ്വർണ്ണാഭരണം സ്വന്തമാക്കാനുള്ള ലഘുനിക്ഷേപ പദ്ധതികളും. ന്യൂ ശശീന്ദ്ര ജ്വല്ലറി, പാനൂർ ജംഗ്ഷൻ. ഫോൺ 049023112238. ഏറ്റവും ആധുനികമായ മെഷീനറിയിൽ ഹൈബ്രിഡ് വാഷ് ചെയ്ത ജിയോ സാൻഡും ജിയോ മിക്സ് കോൺക്രീറ്റും. ജിയോ സാൻഡ് കോൺക്രീറ്റ് രംഗത്തെ ഒരു വിപ്ലവം തന്നെയാണ്. കറക്റ്റ് മാഷേ, ജിയോ സാൻഡ് ഒരു വിപ്ലവം തന്നെയാണ്. വാർത്തകൾ തുടരുന്നു. ഏഷ്യയിലെ ഏറ്റവും വലിയ നാവിക പരിശീലന കേന്ദ്രങ്ങളിലൊന്നായ ഏഴിമല നാവിക അക്കാദമിയിൽ പായ് വഞ്ചിയോട്ട മത്സരം പുരോഗമിക്കുന്നു. അഡ്മിറൽസ് കപ്പിന് വേണ്ടിയുള്ള അന്താരാഷ്ട്ര പായ് വഞ്ചിയോട്ട മത്സരത്തിൽ 35 രാജ്യങ്ങളിലെ നാവിക ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഇന്ത്യൻ നാവിക അക്കാദമി ഏഴിമല, നാഷണൽ ഡിഫൻസ് അക്കാദമി എന്നിവയാണ് ഇന്ത്യയിൽ നിന്ന് പങ്കെടുക്കുന്ന ടീമുകൾ. വിവിധ രാജ്യങ്ങളിലെ നാവികസേനകൾ തമ്മിലുള്ള സഹകരണവും സൗഹൃദവും ഊട്ടിയുറപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് മത്സരം നടത്തുന്നത്. അമേരിക്ക, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക തുടങ്ങിയുള്ള മേഖലകളിൽ നിന്നുള്ള നാവിക ടീമുകളാണ് ഏറ്റുമുട്ടുന്നത്. പായ് വഞ്ചിയോട്ട മത്സരത്തിന് ഡിസംബർ 13-ന് സമാപനമാകും. This year we have over 30 countries participating in the event, and this year's participation is the maximum, the highest since its inception in 2010. This is the 14th edition of the Admirals Cup, and we are extremely glad to be able to host over 30 countries in a competition on the Ilka class sailing boat. We have also accommodated all the participants within the Indian Naval Academy, and the aim of this regatta is to build camaraderie between the various teams, various countries, and over the next 4 days from the 8th to the 13th we'll see a competition which will be world class, and I'm quite sure that all of us will be benefited by this particular competition. പന്തക്കൽ ജവഹർ നവോദയ വിദ്യാലയം 38ാം വാർഷിക കായികമേളയ്ക്ക് തുടക്കമായി. വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച കായികമേള മുഖ്യ അതിഥിയായെത്തിയ മാഹി ഡെപ്യൂട്ടി തഹസിൽദാരും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ടി സൗരഭ് ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളുടെ വർണ്ണാഭമായ മാർച്ച് പാസ്റ്റോടെ ആരംഭിച്ച കായികമേള മുഖ്യാതിഥിയായെത്തിയ മാഹി ഡെപ്യൂട്ടി തഹസിൽദാരും വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ ടി സൗരഭ് ഉദ്ഘാടനം ചെയ്തു. Jai Hind sir. Contingents are ready. Kindly grant the permission to take the march past out. ആരാധനയ്ക്ക് പിന്നിലായി വരുന്ന സിദ്ധാർത്ഥ സാജ്. The fourth team led by Emmanuel Prince, Team Udayagiri.
Regionals Volleyball, Madhav Krishna, Udayagiri, Regionals Badminton. Ishka, Harinan, Shravana, Nivel, Devananda. സ്കൂളിലേക്ക് ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയായിട്ട് വരിക എന്ന് പറയുന്നത് വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു മൊമെൻ്റ് തന്നെയാണ്. ഒരു 6 കൊല്ലം മുമ്പ് നിങ്ങളെപ്പോലെ ഒരാൾ മാർച്ച് പാസ്റ്റിൻ്റെ ഭാഗമായി ഗിൽഗിരിയുടെ ക്യാപ്റ്റനായി സ്കൂളിൻ്റെ ക്യാപ്റ്റനായി ഈ ഗ്രൗണ്ടിൽ നിന്നിരുന്നൊരു വ്യക്തി ക്ഷണിക്കപ്പെട്ട അതിഥിയായി സ്റ്റേജിൽ നിൽക്കുമ്പോൾ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. 7 കൊല്ലത്തോടെ ജീവിതം, 7 സ്പോർട്സ് മീറ്റ് എനിക്ക് ഓർമ്മയുണ്ട്. ആദ്യത്തെ സ്പോർട്സ് മീറ്റിൽ ഞാൻ ഒന്നും ആയിരുന്നില്ല, കംപ്ലീറ്റ് ഇൻവിസിബിൾ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്പോർട്സ് മീറ്റ് നടക്കുന്നു, ഏതോ മൂലയ്ക്ക് ഞാൻ ഇരിക്കുന്നു, ആരും നോക്കുന്നില്ല, കാണുന്നില്ല. പിന്നെ ചിട്ടയായ പരിശീലനം കൊണ്ടും എല്ലാ ദിവസവും വൈകുന്നേരമുള്ള ഗെയിംസ് കൊണ്ടും ശാരീരികമായും മാനസികമായും ഒരു സ്പോർട്സ് മീറ്റിനെ തയ്യാറെടുക്കാൻ ഞാൻ തയ്യാറായി. ആദ്യമായ ഒരു ഇവന്റിന് പങ്കെടുക്കുന്നത് 9ാം ക്ലാസ്സിൽ വെച്ചിട്ടായിരുന്നു. 1500 മീറ്റർ മെഡൽ കിട്ടിയില്ല, പക്ഷെ അതായിരുന്നു എൻ്റെ തുടക്കം. അവിടെ നിന്ന് അങ്ങോട്ട് നീലഗിരിയുടെ ഒരു പ്രധാനപ്പെട്ടൊരു വ്യക്തിയായി മാറാൻ എന്തുകൊണ്ടും ഈ സ്പോർട്സ് മീറ്റുകൾ എനിക്ക് സഹായിച്ചിട്ടുണ്ടായിരുന്നു. പ്രിൻസിപ്പൽ NP ശ്രീലത അധ്യക്ഷത വഹിച്ചു. ദേമാജി ആസാം നവോദയ വിദ്യാലയ നിയുക്ത വൈസ് പ്രിൻസിപ്പൽ PK സഹദേവൻ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കോർഡിനേറ്റർ MC വരുൺ എന്നിവർ സംസാരിച്ചു. കായികാധ്യാപിക T സ്മിത സ്വാഗതവും സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ സാബു ജോസ് നന്ദിയും പറഞ്ഞു. കായികാധ്യാപകൻ മുഹമ്മദ് റാഷിദ് നേതൃത്വം നൽകി. 2 ദിവസം നീണ്ടു നിൽക്കുന്ന കായികമേള ശനിയാഴ്ച വൈകിട്ട് സമാപിക്കും. കേരള പെയിന്റ്സിന്റെ ഔട്ട്ലെറ്റ് ഫ്രഞ്ച് ട്രേഡിംഗ് മാഹി ഈസ്റ്റ് പള്ളൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. കുത്തുബി പള്ളിക്ക് സമീപമാണ് സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. പെയിന്റിംഗ് രംഗത്ത് ചുരുങ്ങിയ കാലയളവിൽ ഉപഭോക്താക്കളുടെ മനസ്സുകളിൽ ഇടം നേടിയ കേരളത്തിന്റെ സ്വന്തം ബ്രാൻഡായ കേരള പെയിന്റ്സ് ഔട്ട്ലെറ്റിന്റെ ഉദ്ഘാടനം മാഹി MLA രമേശ് പർമത് നിർവഹിച്ചു.
ആദ്യ വിൽപ്പന ഫർഹാന് നൽകിക്കൊണ്ട് MLA നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ കേരള പെയിൻറ്റ്സ് ഇന്ന് പൊതുവെ നമ്മുടെ കേരളത്തിലും മറ്റുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ ഒരു പ്രാധാന്യത്തോടു കൂടി മുന്നോട്ട് പോവുകയാണ്. കസ്റ്റമേഴ്സിന് കമ്പനി തന്നെ ആകർഷിച്ചുകൊണ്ടുള്ള നിരവധി ആനുകൂല്യങ്ങളെന്ന് പറയുമ്പോൾ മികച്ച രീതിയിലുള്ള ഏരിയ ലഭിക്കും എന്നുള്ളതാണ്. വിലക്കുറവിലും ഏറെ ആശ്വാസമുണ്ട് കേരള പെയിൻറ്റ്സിൻ്റെ. കേരളത്തിലുടനീളം ഇവരുടെ ഔട്ട്ലെറ്റുകൾ സ്ഥാപിച്ചുകൊണ്ടിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതേ സന്ദർഭത്തിലാണ് മാഹി പ്രദേശത്ത് പോണ്ടിച്ചേരിയുടെ ഭാഗമായ മയ്യലി പ്രദേശത്ത് ആദ്യമായി ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഷോറൂം ഇന്നിവിടെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ഈ പ്രദേശത്തുകാർക്കും മറ്റുള്ള മുഴുവൻ ആളുകൾക്കും ഈ പെയിൻറ് വാങ്ങിക്കാനും ഇതിൻ്റെ ഉപയോഗം അനുഭവിക്കാനും സാധ്യമാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ആശംസിക്കുകയാണ്. നല്ല രീതിയിലുള്ള പ്രവർത്തനം ഇവർക്കൊക്കെ ഉണ്ടാവട്ടെ, നല്ല മികച്ച ബിസിനസ് ഉണ്ടാവട്ടെ എന്ന് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. മറ്റ് പെയിന്റുകളെ അപേക്ഷിച്ച് ക്വാളിറ്റിയിലും വിലക്കുറവിലും മുന്നിലാണ് കേരള പെയിന്റ്സ് എന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നാസർ ഫൈസി മാക്കുൽപീടിക, ഷുക്കൂർ മൗലവി, സാലിം സൈദി തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മമ്പറത്ത് UDF വനിതാ സ്ഥാനാർത്ഥിക്കും പോളിംഗ് ഏജന്റിനും മുഖംമൂടി സംഘത്തിന്റെ ക്രൂരമർദ്ദനം. സംഭവത്തിന് പിന്നിൽ CPM എന്ന് കോൺഗ്രസ്. താനൂർ മേഖലയിൽ ക്ഷേത്ര കവർച്ച തുടർക്കഥ. ഒരാഴ്ചക്കിടെ 3 ക്ഷേത്രങ്ങളിൽ കവർച്ച. സാധാരണക്കാരന്റെ വിവാഹ സ്വപ്നങ്ങൾക്കുമേൽ കരിനിഴൽ വീഴ്ത്തി സ്വർണ്ണവില കുതിക്കുന്നു. വെള്ളിയാഴ്ച മാത്രം 3 തവണ വില വർദ്ധിച്ച് പവന് 98,400 രൂപയായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ശനിയാഴ്ച. ജനവിധി അറിയാനുള്ള ആകാംക്ഷയിൽ കേരളം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.